2 ദിവസമായി ഒന്ന് സംസാരിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ഇവനൊക്കെ എന്ത് വിളിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് സത്യത്തിൽ പ്രതികരിക്കണ്ടെന്ന് കരുതി നിൽക്കുകയായിരുന്നു. മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല, മൃഗമൊന്നും വിളിക്കാൻ പറ്റില്ല. മൃഗമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്കൊരു നാണക്കേടായിരിക്കും, മാനക്കേടായിരിക്കും. ഒരുപക്ഷെ മാനനഷ്ട കേസ് എനിക്കെതിരെ കൊടുത്തെന്ന് വരും. അതുകൊണ്ട് എങ്ങനെ വിളിക്കാൻ പറ്റാത്തത്? ഒരുത്തൻ സ്വന്തം അമ്മയെ വാതിലും പൂട്ടി ഗേറ്റ് പൂട്ടി എല്ലാം പൂട്ടി പുറത്തൊരു ഷെഡ് ഉണ്ടാക്കി. ഏത് ബൈക്ക് വയ്ക്കാൻ പോലും ഒരുത്തനും ഇങ്ങനെ ഷെഡ് ഉണ്ടാക്കൂല. ഒരു കട്ടിൽ പോലെ ഒരു സാധനം കൊണ്ടിട്ടാക്കി. പണ്ടൊക്കെ നമ്മളെ ചെറുപ്പത്തിലെ തട്ടൂടി എന്ന് പറയും. ആ ഒരു സാധനം ഇട്ടിട്ട് അതിന്റെ മുകളിൽ താർപ്പായം വലിച്ചു കയറ്റിയിട്ട് അമ്മയെ അതിനകത്ത് കിടത്തിയിട്ട് ആശാൻ പോണത്, വീടൊക്കെ പൂട്ടിയിട്ട്. എന്നിട്ട് അവൻ തന്നെ പറയുന്നു അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ആരെയും കുറവൊന്നുമില്ല, മറ്റു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത്. എന്താ ഇറങ്ങി ഓടണമായിരുന്നു ആ തെരുവ് നായ്ക്കൾ വന്നപ്പോ? തെരുവ് നായ്ക്കൾ വന്ന് കണ്ട് കണ്ണൊഴികെ ബാക്കി മുഴുവൻ കടിച്ചു പറിച്ച് കൊന്നു. എന്നിട്ട് യാതൊരു എളുപ്പമില്ലാതെ എൻ്റെ അമ്മ നാണമല്ലേ ചങ്ങാതി നിനക്കൊക്കെ പറയാൻ വേണ്ടിയിട്ട്? ആ അമ്മ വീട്ടിനകത്തിരിക്കൂലേ? ആ വീട്ടിനകത്തിൽ ഇരിക്കേണ്ടത്. അപ്പൊ ഒന്നുമില്ലെങ്കിലും ഇതിന്റെ പള്ളയിലിട്ട് വളർത്തിയല്ലേ ചങ്ങായി. എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്ത് പറയാനാ? എൻ്റെ അമ്മ ആണ് ഇങ്ങനെ. ഇപ്പൊ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുമൊന്നുമല്ല. ഞാൻ എന്നും സാധാരണ അമ്മ അവിടെ ഇരിക്കുന്നു. അപ്പം രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നു. അമ്മ അവിടെ എണ്ണീച്ച് രാവിലെ ഇറങ്ങിയിരിക്കും. ഞാൻ മിക്കവാറും ദിവസം പറയാം, അമ്മ എന്തിനായി അതിരാവിലെ ഇരിക്കുന്നത്? അപ്പം കൊതുകടി കൊള്ളുന്നു. അപ്പം പറയും മോനെ കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും എനിക്ക് കിടക്കാൻ വേണ്ടി ഒരു വണ്ടിയും വെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ വിശ്രമിക്കട്ടെ, അകത്തെപ്പോഴും കയറി ഇരിക്കണ്ട, ഇടുക്കുമുറി. അപ്പോൾ അത് കാരണം അമ്മ അവിടെ ഇരിക്കുന്നു, കിടക്കുന്നു. ഭക്ഷണം ചിലപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കും, ചിലപ്പോൾ അകത്ത് കയറി കഴിക്കും. അമ്മയ്ക്ക് മടുക്കുമ്പോൾ അമ്മ അകത്ത് കയറി കിടക്കും. അകത്തും കട്ടിൽ ഇട്ട് ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരുന്ന് മടുക്കുമ്പോൾ അമ്മ അകത്ത് കയറി കിടക്കും. അല്ലാതെ ആ വാതിലിൻ്റെ അവിടെ അമ്മ കസേര ഇരുന്ന് പുറത്തോട്ട് നോക്കിയിരിക്കും. അല്ലാതെ വേറെ അമ്മ കിടപ്പായിട്ടല്ലല്ലോ. അങ്ങനെ പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. കാരണം അമ്മ ഇവിടെ അവിടെ ആ കല്ലിൻ്റെ പുറത്ത് പോയിരുന്ന് അമ്മ അയൽക്കൂട്ടക്കാരുമായിട്ട് പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നു. ഞാൻ അതിനൊക്കെ വഴക്ക് പറയും. അപ്പോൾ എന്താ ചെയ്യുക? നമ്മളിപ്പോൾ എന്ത് പറയാനാ? ഞാൻ എന്ത് പറയാനാ? സംഭവിച്ചു. ഞാൻ ഇപ്പോൾ ഇന്നലെ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ മോളെ വിളിക്കാനായിട്ട് പോയായിരുന്നു. ഞാൻ മാത്രമേ പോകുള്ളൂ. വൈഫ് ഇന്നലെ കായംകുളത്ത് വരെ അമ്മയ്ക്ക് കഞ്ഞിയും കൊടുത്തിട്ട് കഞ്ഞി കൊടുത്ത്. അപ്പോൾ അമ്മ പറഞ്ഞ് കുറച്ച് കുടിച്ച് ബാക്കി അവിടെ മൂടി വെച്ച് പിന്നെ കുടിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വേറെ എങ്ങും പോകാറില്ല. അവൾ ഇവിടെ തന്നെയാണ്. ഞാൻ ജോലിക്ക് പോകുമ്പോഴും ഇവിടെ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വേറെ എന്താ പറയുക, തീരെ വയ്യാതെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇരിക്കുക, അങ്ങനൊരു ഇതല്ലല്ലോ. വീട്ടിലൊരു അമ്മ റോഡല്ലേ കിടക്കുന്നത്. ചിലപ്പം അമ്മ കസേര വലിച്ചിട്ടില്ല അവിടം വരെ പോയിരിക്കുന്ന അമ്മ ചിലപ്പം പുറത്തോട്ട് ഇറങ്ങുമല്ലോ. അപ്പോൾ അത് ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ എവിടോട്ടെങ്കിലും അവൾ പോയി കഴിയുമ്പം പോകുന്നെങ്കിൽ അവൾ ആ പുറത്തുനിന്ന് ലോക്ക് ചെയ്യും. ഇവിടുത്തെ വീട്ടിലെ പട്ടിയെ ഒരു പ്രാവശ്യം കടിച്ചതാണ്. അവനെ കടിച്ച് ഞാൻ പിന്നെ വെറ്റാട്ടിനൊക്കെ വെച്ച് കുറച്ച് ഉണങ്ങിയിരിക്കുക. ഒരു കുട്ടീനെ നോക്ക്, നിനക്കും ഉണ്ടാവില്ല കുട്ടികള്. ആ കുട്ടികളൊന്ന് നോക്ക്. ഇതേപോലെ കയ്യിലിരുന്ന് ഈ പിച്ച വെച്ചിരുന്ന് പല്ലളിച്ച് കാണിച്ച് നീ പല്ലളിച്ചപ്പോ താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ആ മുഖം നോക്കിയിട്ട് ലാളിച്ച് കൊഞ്ചിച്ച് പാല് തന്ന് വളർത്തിയല്ലേടോ തന്നെ. എന്നിട്ട് ഇമ്മരുടെ ദുഷ്ടത്തരം കാണിക്കാൻ തനിക്ക് എങ്ങനെ തോന്നി? എന്നിട്ട് ന്യായീകരിക്കുകയാണ്. എന്റെ അമ്മ, ഞാൻ രാവിലെ പണിക്ക് പോകും, എനിക്കൊന്നും പറയാനില്ല, എന്റെ അമ്മയാണ്, ആനയാണ്, ചേനയാണ് പറഞ്ഞു കേട്ട എന്റെ മുഖം കാണുമ്പോൾ അറിയാലോ ഒരു തരികിടയാണെന്നുള്ളത്. ആ അമ്മ മരിച്ചതിന്റെ യാതൊരു ഇതും എനിക്കില്ല. നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളുണ്ട്, മറ്റുള്ളവരുണ്ട്, നമ്മൾ അവരെ സംരക്ഷിക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അല്ലാതെ താമസിക്കുന്നുണ്ടാവും. നമ്മളൊരു കണ്ണെപ്പോഴും അവരോടുണ്ടാവും. നമ്മളെടുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് തന്നെ ഉണ്ടാവും. പുറത്തൊരു ഷെഡ് കെട്ടി നായ്ക്കളെ കെട്ടിയിട്ട് നിനക്ക് കിടത്തുക. ആ നായിനേക്കാളും വേറെ കെട്ട സാധനമായി പോയില്ലെന്നുണ്ട് മനുഷ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും. Different angles. Don't forget to subscribe and support this channel.